ഹലോ നമസ്കാരം, ശ്രീ സ്ട്രാവ്കൂവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ പറവൂർ വഴിക്കുളങ്ങര വരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുകൂടാണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജിലേക്കുള്ള ആ വഴിയാണ്. അതായത് പറവൂർക്കൊക്കെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ റെയിൽവേ ഓവർബ്രിഡ്ജ് വരാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലവിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് ഇടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ആ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ ബ്രിഡ്ജ് കടന്നു പോകാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പോൾ നിലവിൽ പിയർ ക്യാപ്പുകൾ ഓൾമോസ്റ്റ് എല്ലാ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് എടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും റെയിൽവേ ഓവർബ്രിഡ്ജ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടുള്ള, അതായത് റെയിൽവേ ക്രോസ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തെ പിയർ ക്യാപ്പുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പിയർ ക്യാപ്പിൻ്റെ മുകൾ വശമാണ് കേട്ടോ. അതായത് ഇവിടെ ഇപ്പോൾ പെഡസ്റ്റലിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ കാണുന്ന ബോക്സിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ താഴെ ഇരിക്കുന്ന ആ ഗർഡറുകളൊക്കെ ലോക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലോസ് ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കണ്ടോ, ഈ കാണുന്ന ഓരോ ബോക്സിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ ഗർഡർ ഫിക്സ് ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഇവിടെ കണ്ട റെയിൽവേ ക്രോസാണ് നമ്മൾ ഈ കാണുന്നത്. വന്ദേ ഭാരത് ട്രെയിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലത്തിലൂടെ കുറച്ചുകൂടി മുൻപോട്ട് വന്നാൽ, അതായത് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ആ പാലത്തിൻ്റെ ഇറക്കിലായിട്ടും പിയർ ക്യാപ്പുകളുടെ നിർമ്മാണമൊക്കെ അവസാന ഘട്ടത്തിലാണ്. അത് കൂടാണ്ട് ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ പെഡസ്റ്റലിൻ്റെ കോൺക്രീറ്റിങ്ങും അതുകൂടാണ്ട് ഗഡർ ഫീസിംഗ് ഒക്കെ ഇവിടെ ഓൾമോസ്റ്റ് അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഈ ഗഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റീച്ചിൽ, അതായത് എടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഈ റീച്ചിൽ ഗഡർ ഇൻസ്റ്റാളേഷൻ ഏറ്റവും ആദ്യം നടന്ന സ്ഥലം ഈ എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജാണ്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്കുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ, അതായത് ഗഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വന്നിട്ടില്ല, ഇവിടെ ഏരിയയിലേക്ക് ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം കോൺക്രീറ്റിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട്. മറ്റുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ, അതായത് പറവൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു അണ്ടർപാസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എടപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഈ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന റൈറ്റ് സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിലൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ അണ്ടർപാസ് വഴി നമുക്ക് വട്ടേക്കുന്നം, കളമശ്ശേരി, എടപ്പള്ളി ടോൾ എല്ലായിടത്തേക്കും കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വഴിയാണ്. ഈ അണ്ടർപാസ് വഴി ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അമൃത ഹോസ്പിറ്റൽ, പിന്നെ റെയിൽവേ അണ്ടർപാസ് ഈ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. ഈ ഏരിയ കണ്ടോ, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്ക് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കിടന്നിരുന്ന പ്രദേശമാണ്. ദിവസങ്ങൾക്കുള്ളിൽ വന്നേക്കുന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം ചെങ്കൽപ്പൊടി അടിച്ച് ഫ്ലോർ ലെവൽ ചെയ്യുകയും അതുകൂടാണ്ട് ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുന്നുംപുറം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള റൈറ്റ് സൈഡിലുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതാ വരുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ബ്രദറിൻ്റെ വണ്ടിയിലാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിലൂടെ നമുക്ക് ഇപ്പോൾ കണ്ട ആ മുകളിൽ നിന്ന് ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് താഴെ ഈ ഭാഗത്തേക്കുള്ള വർക്കുകൾ എന്തോരമായി എന്നൊന്ന് പരിശോധിക്കാം. അതായത് എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജിനും കുന്നുംപുറം ജംഗ്ഷനും ഇടയ്ക്കുള്ള ഭാഗത്തെ വർക്കുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ മാറ്റമാണ് കണ്ടോ. ഈ കാണുന്ന പ്രദേശത്തെ ചെങ്കൽപ്പൊടിയൊക്കെ അടിച്ചു. അപ്പോൾ സൈഡിലായിട്ട് കനാലിൻ്റെ നിർമ്മാണം, ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുകയാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ വേണ്ടിയിട്ടുള്ള വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ നമ്മളിതാ കാണുന്നത് കുന്നുംപുറം ജംഗ്ഷൻ. ആ കുന്നുംപുറം ജംഗ്ഷനിലും ഇപ്പോൾ നിലവിൽ ഫൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരാൻ പോകുന്നത്. ഈ കുന്നുംപുറം ജംഗ്ഷൻ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴും ഈ ഭാഗത്തും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലൂടെ ഫ്ലോർ ലെവലാക്കുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെയൊക്കെ തന്നെയാണ്. ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാതെ ബാരിയറിൻ്റെ നിർമ്മാണം, അതായത് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും എല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുന്നുംപുറം ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറേയും കൂടി മുൻപോട്ട് വരുമ്പോൾ അടുത്തത് ചേരാനല്ലൂർ ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ റൈറ്റ് സൈഡിലായിട്ട് 1, 2, 3, 4 പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ ഒരു സൈഡിൽ പൂർത്തിയായിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്താണെങ്കിൽ അപ്പുറത്തും ഇതുപോലെ തന്നെ 4 പിയർ ക്യാപ്പുകളുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നടക്കാനുള്ളത് പെഡസ്ട്രിയലിൻ്റെ കോൺക്രീറ്റ്, അത് കഴിഞ്ഞാൽ ഗർഡർ ഫിക്സിങ്, പ്ലാറ്റ്ഫോം കോൺക്രീറ്റിങ്, എന്തായാലും അത്യാവശ്യം അതിവേഗം തന്നെ ഇവിടുത്തെ വർക്കുകളും പുരോഗമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ചേരാനല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കൂടി മുൻപോട്ട് വരുമ്പോൾ അടുത്തതിന് കാണുന്നത് വരാപ്പുഴ പാലമാണ്. നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. ഈ ഭാഗത്തേക്കൊന്നും എത്താൻ പറ്റുന്നുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏതായാലും ഈ താഴെ ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നിലവിലെ വരാപ്പുഴ പാലം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇനി ഇവിടെ ഇപ്പോൾ പെഡസ്ട്രിയൽ കോൺക്രീറ്റിങ്ങും ഗട്ടർ ഫിക്സിങ്ങും ഒക്കെയാണ് നടക്കാനുള്ളത്. നമുക്ക് കുറച്ചും കൂടി മുൻപോട്ട് പോയി നോക്കട്ടെ. കണ്ടോ, ഈ വരാപ്പുഴ പാലം ആണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ. അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാലം എന്ന് പറഞ്ഞാൽ നേരെ പറവൂർക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്. കണ്ടോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഈ കാണുന്ന പുതിയ പിയർ ക്യാപ്പിൻ്റെ മുകളിലൂടെ ആയിരിക്കും ദേശീയപാത 66 കടന്നു പോകാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് താഴെ നിന്നാണെങ്കിൽ ഇതാ ഇപ്പം
അതായത് വരാപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്ന പറവൂർ ഭാഗത്തേക്കാണ്. ലെഫ്റ്റ് സൈഡിലൂടെ പുതിയ NH-66 കടന്നു പോകും. അതിന് വേണ്ടിയിട്ടുള്ള പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ അവിടെ അന്തിമഘട്ടത്തിലാണ്. വരാപ്പുഴ പുഴയിലെ പൈലിംഗ് വർക്കുകളും വളരെ സാവധാനത്തിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ മുൻപ് കണ്ട അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിലവിലിപ്പോൾ ഇവിടെ ഈ കാണുന്നത് കണ്ടോ. ഏകദേശം 16ഓളം പൈലിങ്ങുകളാണ് ഇവിടെ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഒരു പിയർ വരാനുള്ള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൂടാതെ ഇതുപോലത്തെ മൊത്തം 3 തൂണുകളായിരിക്കും, അതായത് പിയർ ക്യാപ്പുകളായിരിക്കും ഈ വരാപ്പുഴ പുഴയിൽ വരാൻ പോകുന്നത്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി 2എണ്ണത്തിൻ്റെ നിർമ്മാണം കൂടി നടക്കാനുണ്ട്. അതുകൂടാതെ നമ്മൾ വരാപ്പുഴ പുഴ കഴിഞ്ഞിട്ട് വീണ്ടും പറവൂർക്ക് പോകുമ്പോൾ കണ്ടോ, ഇവിടെയും ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ അന്തിമഘട്ടത്തിൽ തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വരാപ്പുഴ പാലമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുൻപോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു വർക്ക് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഈ കാണുന്ന തിരുമുപ്പം പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കാണുന്ന ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് അതുമായി ബന്ധപ്പെട്ട ആ റൈറ്റ് സൈഡിലുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഡ്രെയിൻ കനാൽ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാണ്ട് റോഡ് നിരപ്പാക്കുന്ന വർക്കുകളും അതുകൂടാതെ ആറിവാളിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തിരുമുപ്പം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരുമുപ്പം ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറേയും കൂടി മുൻപോട്ട് വരുമ്പോൾ, അതായത് കുനമാവ് ഭാഗത്തേക്ക് വരുമ്പോൾ കുനമാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ അതായത് ടാറിങ് വർക്കുകൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാണ്ട് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാണ്ട് ബാരിയർ, അതായത് ന്യൂ ജേഴ്സി ബാരിയറൊക്കെ ഇവിടെ ഫിറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ, അതായത് കുനമാവ് ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയായിട്ട് കണക്ട് ചെയ്താണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത്തരം വശങ്ങളിലൊക്കെ വർക്കുകൾ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ ആദ്യമേ തീർത്തിടേണ്ട ആവശ്യമുണ്ട്. എന്നാലും ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് ഈ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, ഈ കാണുന്നതാണ് കുനമാവ് ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് കാര്യമായ വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു പിയർ നിർമ്മിക്കാനുണ്ടായിരുന്നു. ആ ഒരു പിയർ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ. നിലവിൽ 2 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളൂ. ഇനി 2 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കൂടി നടക്കാനുണ്ട്. ഇവിടെ ഒരു വെഹിക്കിൾ അണ്ടർപാസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുനമാവ് കാവിൽനട ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു, ടാറിങ് ചെയ്ത്, അതായത് ഈ റോഡിലെ ഏറ്റവും ആദ്യത്തെ ടാറിങ് വർക്കുകൾ ചെയ്ത ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അന്ന് നമുക്ക് പുറമേ നിന്ന് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് തന്നെ അതിലൂടെ ഉള്ള വിഷ്വൽസ് കാണിക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 3 വരി ദേശീയപാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് പറവൂർ ഭാഗത്തേക്ക്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 3 വരിയുണ്ട്. അതുകൊണ്ട് റോഡിൻ്റെ സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കണ്ടോ, ഇവിടേക്ക് ഈ ഡിവൈഡറിന് പകരം ഉപയോഗിച്ചിരുന്നത് ന്യൂ ജേഴ്സി ബാരിയർ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, വീതി അധികം കളയാത്ത രീതിയിലാണ് ന്യൂ ജേഴ്സി ബാരിയറോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന സർവീസ് റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നത് കൊച്ചാൽ ആ പ്രദേശമാണ്. കൊച്ചാൽ ആ ഭാഗത്തേക്ക് ഒരുപാട് ദൂരം, അതായത് ഏകദേശം 1 കിലോമീറ്ററോളം മേലെ ദൂരത്തിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ആ ഒരു സർവീസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഡയറക്റ്റ് കണക്ട്, ഇപ്പോൾ നിലവിലെ ഹൈവേ കൂടി അല്ല നമ്മൾ പോകുന്നത്. നിലവിലെ ഹൈവേ ലെഫ്റ്റ് സൈഡിലാണ് കണ്ടോ. ആ ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതിൽ നേരെ പോയിട്ട് നമുക്ക് ഈ പഴയ നാഷണൽ ഹൈവേ തൊടാണ്ട് തന്നെ നമുക്ക് നേരെ വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. കണ്ടോ, ഇവിടെ ഏറിയ ഭാഗത്തും ടാറിങ് വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട്. അതുകൂടാണ്ട് അടൂർ അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ, അതിൻ്റെ വർക്കുകളും പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ആറിവാളിൻ്റെ നിർമ്മാണവും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ഭാഗത്തേക്കൊന്നും ടാറിങ് ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ അതായത് കൊച്ചാൽ കഴിഞ്ഞ് വള്ളുവള്ളി സ്കൂൾ പടി വരെയുള്ള ഭാഗത്ത് നിലവിൽ പുതിയ ദേശീയപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടത്. ഇവിടെ ഇപ്പോൾ ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ചെയ്യുന്ന വർക്കുകൾ, അതുകൂടാണ്ട് ആറിവാള് കെട്ടുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഉടനെ തന്നെ ഈ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഫിനിഷ് ചെയ്യുമെന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്. ഇവിടെ മുതൽ അതായത് വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷൻ എത്താറാവുന്നതിന് തൊട്ട് മുമ്പ് മുതൽ ഇവിടെയും സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ ഏകദേശം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ആ മുൻപിൽ കാണുന്നതാണ് വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷനിലെ വെഹിക്കിൾ അണ്ടർപാസിൻ്റെ തൂണുകളാണ് കാണുന്നത്. അതായത് അവിടുത്തെ റോഡിൻ്റെ ഈ സൈഡിലായിട്ടുള്ള ഈ 2 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ഫിനിഷായിട്ടുണ്ട്. ഈ കാണുന്നതാണ് വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷൻ. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ ഇടപ്പള്ളിക്ക് പോകാൻ പറ്റും, റൈറ്റ് സൈഡിലേക്ക് പറവൂർക്ക് പോകാൻ പറ്റും. നേരെ ഇപ്പോൾ പുതിയ ദേശീയപാതയിൽ കാണുന്ന പിയർ ക്യാപ്പിൻ്റെ സൈഡിൽ കൂടി നേരെ പോയിട്ടുണ്ടെങ്കിൽ അടുത്തത് കാണുന്നത് നമ്മൾ ചെറിയപ്പള്ളി പുതിയ പാലത്തിൻ്റെ നിർമ്മാണമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. നമ്മളപ്പോൾ ചെറിയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ കാണുന്ന കോട്ടുപള്ളി റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്താണ് ഹൈവേ കടന്നു പോകാൻ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന ഈ ദേശീയപാത, അതായത് ചെറിയപ്പള്ളി പുതിയ പാലത്തിലൂടെ വന്ന ഈ വെഹിക്കിൾ അണ്ടർപാസിലൂടെ കണക്ട് ചെയ്ത് നേരെ പോകും. ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് കോട്ടുപള്ളിയിലേക്കാണ്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് നേരെ ചെറിയപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും. ഈ റോഡ് ക്രോസ് ചെയ്ത് നേരെ പുതിയ നാഷണൽ ഹൈവേ കടന്നു പോകും. അപ്പോൾ അവിടെ നിന്ന് മുൻപോട്ട് വന്നത്, അതായത് ചെറിയപ്പള്ളി ജംഗ്ഷനും കണ്ടകരൻപള്ളി ജംഗ്ഷനും ഇടയ്ക്ക് കാണുന്ന ഇവിടെ ഒരു മിനി ഓവർ ബ്രിഡ്ജാണ് വരാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ നിലവിൽ 3 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു പേരും കൂടി നിർമ്മിക്കാനുണ്ട്. ഇവിടെ കാര്യമായ വർക്കുകൾ നടന്നായിട്ട് കാണുന്നില്ല. ട്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖണ്ഡാകർണൻവെളി പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഭാഗം ടാറിങ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ടാർ ചെയ്ത വശത്തുകൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നിലവിലെ ദേശീയപാത. ഇവിടെ തൽക്കാലം ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്കുകൾ അതിവേഗം തീർത്തിട്ട് ഈ സൈഡ് ഓപ്പൺ ആക്കി കൊടുക്കുകയും അതിനുശേഷം മറ്റുള്ള സൈഡിലെ വർക്കുകൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ഈ ന്യൂജേഴ്സി ബാരിയറൊക്കെ കൊണ്ടുപോയി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഇവിടെ ഇത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടാകർണംവിളി ജംഗ്ഷനെ കഴിഞ്ഞ് മുൻപോട്ട് വന്നാൽ അടുത്തത് വഴിക്കുളങ്ങര ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. വഴിക്കുളങ്ങര ജംഗ്ഷനിൽ ഈ കാണുന്ന റോഡ് അത്താണി രംഗനാഥ് കല്യാണ മണ്ഡപം ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ആ റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും 4 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വളരെ മുൻപ് പൂർത്തിയായതാണ് ഈ ഭാഗത്തെ വർക്കുകളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് എടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജ് മുതൽ പറവൂർ വഴിക്കുളങ്ങര വരെ ഉള്ള ഭാഗത്തെ വീഡിയോ ഏതായാലും ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളത് ഇതിനപ്പുറത്തേക്ക്, അതായത് പറവൂർ വഴിക്കുളങ്ങര തുടങ്ങി അങ്ങോട്ട് അപ്പുറത്തേക്ക് ഒരുപാട് കാഴ്ചകൾ എല്ലാവരും കാണിക്കാനുണ്ട്. ഒരുപാട് പുരോഗതി അപ്ഡേഷൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. അത്തരം വിഷ്വൽസ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ഉഗ്രൻ വിഷ്വൽസുമായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.